ഒന്ന് കേൾക്കണേ. ഞാൻ SC പിന്നെ ആയതുകൊണ്ടും നിങ്ങൾ ദേഹം നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ദുഷിച്ച മനസ്സുള്ള മനുഷ്യ 21-ാം നൂറ്റാണ്ടിലും ജാതിപരമായി ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ താഴ്ന്നവനും ഉയർന്നവനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് സരസ്വതി സ്കൂളിൽ എന്താണ് ചേച്ചി, വണ്ടിയിലെ കിളിയാണ്. അപ്പൊ ഈ ചേച്ചി 2 ദിവസം മുമ്പാണ് ജോലിക്ക് കയറിയത്. അങ്ങനെ ജോലിക്ക് കയറിയപ്പോ ഏതോ ഒരു രക്ഷകർത്താവ് വിളിച്ച് സ്കൂളിൽ പറഞ്ഞെന്ന് അവര് SC ആയതുകൊണ്ട് അവരെ ജോലിയിൽ വയ്ക്കരുത്, അവരെ ശരീരമൊക്കെ ഭയങ്കര നാറ്റമാണ്, അങ്ങനെ അവരെ ശരീരം ഭയങ്കര നാറ്റമാണെന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട്. അങ്ങനെ ചേച്ചി ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നതാണ്. നമ്മൾക്ക് എത്ര പുരോഗമനം പറഞ്ഞാലും മനസ്സിനകത്തുള്ള ഒരു ദുഷിപ്പുണ്ട്, ജാതി എന്ന് പറഞ്ഞ ദുഷിപ്പ്. അധ്വാനിക്കുന്ന മനസ്സിന് എന്ത് ജാതി, എന്ത് മണം, എന്ത് മതം, ഇതേക്കുറിച്ച് പറയണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. ഞാൻ അതിനോട് മുഴുകുന്നില്ല. ഞാൻ പറയാം, നല്ല 2 പള്ളാണ് വിളിക്കേണ്ടത്, ഏത് സ്കൂളായിരുന്നാലും. മനസ്സിലായില്ലേ? അവർക്ക് ആ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കും അവിടെ ജോലിക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ നായരെന്നോ പെലയാനെന്നോ പറയാനെന്നോ ഈഴവനെന്നോ മറ്റേ ജാതി പറഞ്ഞിട്ടാണ് അവിടെ ജോലിക്ക് എടുക്കേണ്ടത്. അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കണം. സ്മെല്ലാണ് പോലും. നിങ്ങൾക്ക് എന്താണ് സ്മെല്ല്? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള സ്മെല്ലായിരിക്കും ആ പുറത്ത് വരുന്നത്. അധ്വാനിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ചിലപ്പോൾ സ്മെല്ലുണ്ടാവും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ അധ്വാനിച്ചാലും അത് ഏത് മതമായിരുന്നാലും അത് ഏത് ജാതിപ്പെട്ടവനും അധ്വാനിക്കുന്നവന്റെ ശരീരത്തിൽ സ്മെല്ലുണ്ടാവും. അത് മണമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ. ആ സ്മെല്ലിന് അതിനൊരു ക്വാളിറ്റി ഉണ്ട്. എന്തും മനുഷ്യന്മാരാണപ്പാ, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ജാതിയും മതവും ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം. നിങ്ങളൊക്കെ മാറേണ്ട കാലങ്ങൾ കഴിഞ്ഞ് സ്വയം ഒന്ന് വിലയിരുത്തി ചിന്തിച്ചാൽ മതി. ഷാലു പേയഡ്, പുള്ളിയുടെ പ്രൊഫൈലിലാണ് ഈ ഒരു വീഡിയോ കണ്ടത്. പുള്ളിക്കാരൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ്, അറിയാമല്ലോ. എന്നാലും ശക്തമായ പ്രതികരണം തന്നെ വരണം സോഷ്യൽ മീഡിയയിൽ. ആ സ്കൂളിനെതിരെ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ ഒരു ശക്തമായിട്ട് നടപടി ഉണ്ടാവണം. ഇങ്ങനെ ഒരുത്തന് പോലെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഇനി പറയില്ല സ്മെല്ലടിക്കുന്നു, മണം അടിക്കുന്നു, തേങ്ങ അടിക്കുന്നു, മാങ്ങ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സ്മെല്ലടിക്കണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പട്ടിണി കിടണം, ആഹാരം കൊടുക്കാതെ പട്ടിണി കിടണം. എന്നിട്ട് ഈ പറഞ്ഞവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കണം. സ്മെല്ലും കില്ലും നോക്കൂല, കഴിവാത്ത പാത്രത്തിൽ വേണമെങ്കിൽ ആഹാരം നല്ല കുശാലായിട്ട് കഴിച്ചുകൊണ്ട് പോകും. അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്.